അധ്യാപകൻ 5ാം ക്ലാസ്സുകാരിയുടെ കൈ തല്ലിയൊടിച്ചു എന്നതാണ്. മലപ്പുറം കൽപ്പകഞ്ചേരി കല്ലിങ്ങപ്പറമ്പ് MSMHSSലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കൈക്കാണ് പൊട്ടൽ ഏറ്റത്. പൊട്ടലുള്ള കൈകൊണ്ട് വീണ്ടും നിർബന്ധിച്ച് ബോർഡിൽ എഴുതിച്ചു എന്നും വിദ്യാർത്ഥിനി പറയുന്നുണ്ട്. പുത്തനത്താണിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് കുട്ടിയുടെ കൈക്ക് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ചൂരൽ കൊണ്ട് അടിച്ചത്. കുടുംബം പോലീസിലും ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഏറെ ദുഃഖകരമാകുന്ന വാർത്ത വീണ്ടും പുറത്തു വരുന്നത് എന്നതാണ്. പുതിയ തലമുറ ഈ കുട്ടികളെയൊക്കെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായി ഒട്ടേറെ പഠനങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടമാണ്. ഒരു പക്ഷേ പഴയ തലമുറ പഠിച്ചിരുന്ന രീതിയിലല്ല കുട്ടികളെ അറിവ് പകരേണ്ടത്. അവരെ ഭയപ്പെടുത്തിയല്ല, അവരെ മർദ്ദിച്ചുകൊണ്ടല്ല, മറിച്ച് അവർക്കൊരു സൗഹൃദ അന്തരീക്ഷമാണ് സൃഷ്ടിക്കേണ്ടത്. പല കുട്ടികൾക്കും പല തരത്തിലുള്ള വാസനകളായിരിക്കും ഉണ്ടായിരിക്കുക. അതിന് അവരെ നിർബന്ധിക്കുകയല്ല. കണക്കറിയില്ലാത്ത ഒരു കുട്ടിയെ എത്ര നിർബന്ധിച്ചാലും കണക്ക് പഠിക്കില്ല. അതിന് അവൻ്റെ തലച്ചോർ പ്രാപ്യമല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ ഒരു 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയെ മർദ്ദിക്കുന്നു എന്നത് കേരളത്തിൽ നിന്നാണ് എന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. ആ പെൺകുട്ടിക്ക് മർദ്ദനമേറ്റു എന്നത് മാത്രവുമല്ല, ആ മർദ്ദനത്തിൽ കൈ ഒടിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നിട്ടും ആ കുട്ടിയെ കൊണ്ട് ബോർഡിൽ നിർബന്ധിപ്പിച്ച് എഴുതിക്കുന്നു എന്നത് തീർച്ചയായും ആ അധ്യാപകനെതിരെ നടപടി ഉണ്ടാകേണ്ട ഒന്ന് തന്നെയാണ്. വിഷയത്തിൽ കുടുംബം നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പോലീസിലും ബാലാവകാശ കമ്മീഷനിലും ഈ കുടുംബം പരാതി നൽകിയിട്ടുമുണ്ട്. മലപ്പുറം കൽപ്പകഞ്ചേരിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, എന്താണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം? ഏത് അധ്യാപകനാണ് ഇങ്ങനെ മർദ്ദിച്ചത്? എന്നായിരുന്നു ഈ സംഭവം? ഇന്നലെയാണ് ഈ സംഭവം നടന്നത്. ഇന്നലെ രാവിലെ സ്കൂളിൽ വെച്ചാണ് ഈ കുട്ടിക്ക് ഇത്തരത്തിൽ അധ്യാപകൻ ക്ലാസ്സിൽ വെച്ച് മർദ്ദിച്ചതെന്നാണ് അറിയാനാകുന്നത്. ക്ലാസ്സിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടിയെ പുറകിൽ നിന്ന് കൈയിന്റെ മുകൾ ഭാഗത്തേക്ക് ചൂരൽ കൊണ്ട് അടിക്കുകയായിരുന്നു. കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് കുട്ടിയുടെ വീട്ടുകാരെ വിളിച്ചറിയിക്കുന്ന ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ അതുവരെ കുട്ടിയുടെ കൈ നീരുവെന്ന ഒരവസ്ഥ, കുട്ടിക്ക് ഭക്ഷണം വാരി കൊടുത്തത് ക്ലാസ് ടീച്ചറാണ്. അങ്ങനെയാണ് ഈ കുട്ടിയെ വൈകുന്നേരം ഈ അധ്യാപകര് വീട്ടിലെത്തിച്ചത്. വീട്ടിലെത്തിച്ച് കുട്ടിയുടെ കയ്യിലെ അവസ്ഥ കണ്ട് വീട്ടുകാർ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അത് എല്ലിന് പൊട്ടലുണ്ട് എന്ന് കണ്ടെത്തുകയും പ്ലാസ്റ്റർ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇത്രയും ഗുരുതരമായ പരിക്ക് കുട്ടിക്ക് ഏറ്റിട്ടും ഈ അധ്യാപകൻ അതിൽ കാര്യമായിട്ടുള്ള ഒരു ഗൗരവം കൊടുത്തില്ല എന്ന തരത്തിൽ തന്നെയാണ് ആ വീട്ടുകാർ പറയുന്നത്. പ്രധാനമായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനെ കുറിച്ചോ മറ്റ് ഇത്രയും ഗുരുതരമായി പരിക്കേറ്റതിനെ കുറിച്ചോ ഒന്നും ഈ അധ്യാപകൻ നൽകിയിട്ടില്ല എന്നാണ് ആ വീട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് മൊഴി എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് PTA-യും ഈ കുടുംബത്തിനൊപ്പം നിൽക്കുന്നു എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടിയെ ഇത്രമാത്രം ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന ഒരു സംഭവം ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും അധ്യാപകനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അയാൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാനാകുന്നത്. അഭിലാഷ്. യെസ്, അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്നത് കുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പിഴവാകാം. പക്ഷേ അതിന് ഈ തരത്തിലാണോ ശിക്ഷിക്കേണ്ടത് എന്നതാണ്. ഒപ്പം ഈ കല്ലിങ്ങപ്പറമ്പ് MSMHSS അവിടെയാണല്ലോ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആ സ്കൂളിൻ്റെ ഒരു പശ്ചാത്തലം അവിടെ ഇത്തരത്തിലാണോ അധ്യാപകർ മറ്റു കുട്ടികളോടും ഇടപെടാറുള്ളത്? അതായത് ഒരു പെൺകുട്ടിയുടെ കൈയൊക്കെ തല്ലിയൊടിക്കുന്ന ഒരു അധ്യാപകൻ മറ്റുള്ളവരോടും മറ്റു കുട്ടികളോടുമൊക്കെ ഇതേ ആറ്റിറ്റ്യൂഡിൽ തന്നെയാണോ പെരുമാറാറുള്ളത്? അല്ലെങ്കിൽ ഇങ്ങനെയാണോ അധ്യാപകൻ പഠിപ്പിക്കുന്നത് എന്നതിലൊക്കെ വ്യക്തതയുണ്ടോ അനുമോദ്? അഭിലാഷ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു വ്യക്തമായ മറുപടി പറയാനില്ല. ഏതെങ്കിലും ഒരു അധ്യാപകൻ ഒരു കാര്യം ചെയ്തുകൊണ്ട് എല്ലാ അധ്യാപകരും അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാനാകില്ല. അതൊരു വ്യാപകമായിട്ടുള്ള ഒരു എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പരാമർശമാക്കി നമുക്കത് കണക്കാക്കാനാകില്ല. ഇത് അധ്യാപകന്റെ ഭാഗത്ത് സംഭവിച്ചു എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ
ഇതിന് മുൻപ് അത്തരത്തിലുള്ള പരാജയ സ്കൂളിലെ അല്ല, ഞാൻ സൂചിപ്പിച്ചത് അനുമോദ്, ഈ അധ്യാപകന് നേരെ, അതായത് നമുക്കറിയാമല്ലോ പല സ്കൂളുകളിലും ഇത്തരത്തിൽ കുട്ടികളാണ് എന്ന പരിഗണന നൽകാത്ത അധ്യാപകരുണ്ട്. കുട്ടികളുടെ ഒരു സ്വഭാവം അറിയാമല്ലോ, അവർ പേടിച്ചിട്ട് പലപ്പോഴും അത് വീട്ടിൽ പറയണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ കൈ പൊട്ടൽ സംഭവിക്കുന്നു, നീര് ഉണ്ടാകുന്നു, അങ്ങനെ ആശുപത്രിയിൽ പോകുന്നു. ഞാൻ ഈ അധ്യാപകന് നേരെ ഇതിനു മുമ്പ് പരാതിയോ മറ്റോ ഉയർന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അത്തരത്തിലുള്ള പരാതികളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഈ ഒരു കുട്ടിയുടെ അവസ്ഥ വന്ന സാഹചര്യം മുമ്പ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇനിയുള്ള മണിക്കൂറുകളിൽ ഒരു പക്ഷെ വന്നേക്കാം. ഇതുവരെ മറ്റ് പരാതികളൊന്നും നമുക്ക് മുമ്പാകെയോ അല്ലെങ്കിൽ അധ്യാപകരനെതിരെ PTA മുമ്പാകെയോ വന്നിട്ടില്ല, പോലീസിന് മുമ്പാകെ വന്നിട്ടില്ല എന്നാണ് അറിയാനാകുന്നത്. മാനേജ്മെന്റ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയെ ആരും ന്യായീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. കാരണം അത്രമാത്രം ഗുരുതരമായ പരിക്ക് തന്നെയാണ് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇത് യാദൃശ്ചികമായിട്ട് അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചു എന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നില്ല. ഒന്നാമത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ വടികൊണ്ട് ശിക്ഷിക്കേണ്ട സാഹചര്യം നിലവിലില്ല. അങ്ങനെ ശിക്ഷിക്കാൻ നമ്മളെ നിയമവും അനുവദിക്കുന്നില്ല. വടി ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ട് കാലം കുറെ ആയതാണ്. പക്ഷെ ഇപ്പോഴും വടി കുട്ടികളെ പേടിപ്പിക്കാനും അവരെ അച്ചടക്കം പഠിപ്പിക്കുവാനും അവരെ മറ്റ് ഭീഷണിപ്പെടുത്തുവാനൊക്കെ അധ്യാപകർ വടി കാണിക്കുന്നു എന്നുള്ളത് ഈ ഒരു ചട്ടങ്ങൾക്കും നമ്മുടെ നാട്ടിൽ നിലവിലുള്ള വിദ്യാഭ്യാസങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള സംഭവം തന്നെയാണ്. അത് എങ്ങനെ അത് ഉണ്ടായി എന്നുള്ളത് ഒരുപക്ഷെ സ്കൂൾ മാനേജ്മെന്റ് വരെ വിശദീകരിക്കുന്നുണ്ട്. സ്കൂളിൽ ക്ലാസ്സിൽ വടി ഉപയോഗിക്കാൻ ആരാണ് അനുവാദം കൊടുത്തതെന്നുള്ള ചോദ്യങ്ങൾക്ക് ഇനിയുള്ള സമയത്ത് ഉയരാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നടപടി ഉണ്ടാകുമെന്ന് തന്നെ അറിയാനാകുന്നത്. കുട്ടിയുടെ രക്ഷിതാക്കൾ ഈ ഒരു പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് അറിയാനുമാകുന്നത്. യെസ്, എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഒരിക്കലൊക്കെ 10ാം ക്ലാസ്സിൽ 1ാം റാങ്ക് നേടുന്നവർക്കൊക്കെ വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് വാർത്തകളിൽ പോലും ഇടം പിടിക്കാറുണ്ട്. എങ്കിൽ ഇപ്പോൾ അങ്ങനെ പോലും പരിഗണന നൽകാറില്ല. കാരണം കുട്ടികൾക്ക് പലതരത്തിലുള്ള കഴിവുകൾ ആണ് ഉള്ളത്. അതിൽ ചിലപ്പോൾ സയൻസ് എളുപ്പത്തിൽ പഠിക്കുന്നവരുണ്ടാകാം, മലയാളം ഭാഷ പഠിക്കുന്നവരുണ്ടാകാം, മാത്സ് പഠിക്കുന്നവരുണ്ടാകാം, ചിലർക്ക് അതിനൊന്നും ശേഷി ഉണ്ടാകണമെന്നില്ല. പക്ഷേ ആ കുട്ടികളെ അതിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. അതിനപ്പുറത്ത് ഈ ചൂരൽ പ്രയോഗം എന്നതൊക്കെ ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ട ഒന്നാണ് എന്ന് അധ്യാപകർ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇത്രമേൽ മർദ്ദിച്ച ഒരു അധ്യാപകനെതിരെ തീർച്ചയായും നടപടിയെടുക്കേണ്ടത് അനിവാര്യതയായി മാറുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.